അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നോരോ ആളുകളെയും വളരെ ഗൗരവമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൊടിയ ശത്രുവാകുന്ന ഇബ്ലീസിനെയും അവന്റെ പടയാളികളെയും സംബന്ധിച്ച് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന, ജാഗ്രത പാലിക്കേണ്ടുന്ന മേഖലകളെക്കുറിച്ചാണ് വളരെ കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. വിശ്വാസിയുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുക, അവന്റെ സ്വസ്ഥത കെടുത്തുക, അവന്റെ ആരാധനകളിൽ പിഴവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അവന്റെ അനുഷ്ഠാനങ്ങളിൽ താളപ്പിഴവുകൾ സൃഷ്ടിക്കാൻ പണിയെടുക്കുക തുടങ്ങി അവനുമായി ബന്ധപ്പെട്ട അഥവാ വിശ്വാസിയുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും പിഴവുകൾ സൃഷ്ടിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്ന ശത്രുവാണ് ശൈത്താൻ, അവരുടെ നേതാവാകുന്ന ഇബ്ലീസ്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പിശാചിന്റെ ശർറിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ഭാഷയിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനാക്കിയ കാലം മുതൽക്ക് മനുഷ്യ സമൂഹത്തെ വഴിതെറ്റിക്കാൻ, പിന്നീട് ഭൂമുഖത്ത് വരുന്ന മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിക്കുവാൻ താൻ ശ്രമിക്കുമെന്ന് അള്ളാഹുവിനെ പിടിച്ച് ശപഥം ചെയ്തുകൊണ്ടാണ് അവൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം തൗബ ചെയ്തുവെങ്കിൽ പിശാച് അള്ളാഹുവിനോട് തനിക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ ആയുസ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. തൗബ ചെയ്യല്ല, എനിക്ക് ആളുകളെ പിഴപ്പിക്കണം, ഭൂമുഖത്ത് എനിക്ക് നിന്റെ സകല അടിമകളെയും ഒഴിപിഴപ്പിക്കാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുവരെ എനിക്ക് അവധി, എന്റെ ആയുസ് നീട്ടിത്തരണമെന്നാണ് അവൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നീ അവധി നീട്ടി ലഭിച്ച ആളാണ് എന്ന് അല്ലാഹു തആല അവന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആയുസ്, അവൻ ദീർഘമായ ഒരു ആയുസ് അവൻ ചോദിച്ചു വാങ്ങിയിട്ടുള്ളത് നമ്മെ വഴിതെറ്റിക്കാനാണ്. ഇത് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ഫാത്തിറിന്റെ 6-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും ശൈത്വാൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി കണക്കാക്കുക തന്നെ വേണം, അവനെ ശത്രുവായി കാണുക തന്നെ വേണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവൻ ക്ഷണിക്കുന്നത് നരകത്തിലേക്ക് ആളുകളെ കൂട്ടാനാണ് എന്നാണ് അതിന്റെ ആശയം. അതിന് ഒന്നാമതായി അവൻ കീറിപ്പിടിക്കുക നമ്മുടെ വിശ്വാസത്തിലാണ്. വിശ്വാസത്തിൽ കീറിപ്പിടിക്കാൻ ശ്രമിക്കും. മഹാരഥന്മാരായ സ്വഹാബ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഞങ്ങളുടെ മനസ്സിൽ ചില ചിന്തകൾ കടന്നു വരുന്നുണ്ട്, ആ ചിന്തകൾ പുറത്തു പറയുന്നത് ഞങ്ങൾ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്നതിനേക്കാൾ ഞങ്ങൾ ഗൗരവമായി കാണുന്ന കാര്യമാണ്.
ആ കാര്യം പുറത്തു പറയുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ജീവൻ തന്നെ പച്ചയായി കത്തി ചാമ്പലാകുന്നതാണ് അതിലേറെ ഞങ്ങൾക്ക് ഇഷ്ടം. അത്രയും ഗൗരവമുള്ള അപകടകരമായ ചില കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നൊരു ഭയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സ്വഹാബികൾ പറഞ്ഞു. അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരെ ചില ആളുകളെ നമുക്ക് കാണാം. അഥവാ ശൈത്താൻ മനസ്സിൽ ഇട്ടുതരുന്ന ചില ചിന്തകളുണ്ട്. തുടക്കത്തിൽ അത് വലിയ അപകടമായി നമുക്ക് തോന്നില്ല. എല്ലാവരും സമ്മതിക്കുന്ന ചില കാര്യങ്ങൾ ഇട്ടുതന്ന് മനസ്സിൽ തോന്നിപ്പിച്ച് പതുക്കെ പതുക്കെ നമ്മുടെ വിശ്വാസത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുവാനുള്ള പണിയാണ് അവൻ എടുക്കുക. അപ്പൊ ഒന്നാമതായി മനസ്സിലിട്ട് കൊടുക്കുന്ന ചോദ്യം, ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്? സ്വാഭാവികമായും അള്ളാഹുവാണ് എന്ന് നമ്മൾ മറുപടി പറയും. അങ്ങനെ ചോദിച്ച് എങ്കിൽ അള്ളാഹിനെ സൃഷ്ടിച്ചതാരാ എന്നിടത്തേക്ക് ചോദ്യങ്ങൾ അങ്ങനെ വളർന്നു പോയി. അത് പിന്നെ അവസാനം നിരീശ്വരത്വവും അള്ളാഹുവിനെ നിഷേധിക്കുന്നിടത്തും ദീനിനെ തള്ളിക്കളയുന്നിടത്തും ചെന്നവസാനിക്കും. അപ്പൊ അത്തരമൊരു ചിന്ത മനസ്സിൽ കടന്നു വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അവഗണിക്കുക. സ്വഹാബികൾ അത്തരം ചിന്തകൾ കടന്നു വരുന്നതിനെ ഭയപ്പെടുകയും അത് പുറത്തു പറയാതെ അവർ അതിനെ അവഗണിച്ചതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശംസിക്കുകയാണ് ചെയ്തത് എന്ന് തുടർന്നുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. സമാനമായ പല ചിന്തകളും മനസ്സിൽ ഇട്ടുതരും. അത്തരം ചിന്തകൾ വിശ്വാസത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാനാണ്. ഇത് വിശ്വാസ കാര്യങ്ങളിൽ, നമ്മുടെ അനുഷ്ഠാന കാര്യങ്ങളിൽ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീനിലേറെ പ്രാധാന്യവും സ്ഥാനമുള്ള ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തെ തെറ്റിക്കാൻ അവൻ ശ്രമിക്കും. ഇതൊക്കെ കൃത്യമായി ഹദീസുകളിൽ വന്നതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ നമസ്കരിക്കുമ്പോ എനിക്ക് നമസ്കാരത്തിൽ പല തെറ്റായ ചിന്തകളും എന്റെ മനസ്സിൽ കടന്നു വരുന്നു. എന്റെ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തില് ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ശ്രദ്ധ നഷ്ടപ്പെടുന്നു, എന്റെ മനസ്സ് ചിതറിപ്പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദാക ശൈത്താൻ യുഖാലു ലഹു ഖിൻസബ്, അത് ശൈത്താന്റെ പണിയാണ്. നമസ്കാരത്തിൽ നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഇട്ടുതരാൻ ശ്രമിക്കുന്ന ആ ശൈത്താന്റെ പേരടക്കം റസൂലുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നു. ഖിൻസബ് എന്ന് പറയുന്ന ശൈത്താനാണത്. അതുകൊണ്ട് അത്തരമൊരു അനുഭവം നിനക്ക് ഉണ്ടായാൽ നീ ചെയ്യേണ്ടുന്ന കാര്യം, അതിന്റെ പ്രതിവിധി, അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം, ഫതഅവ്വദ് ബില്ലാഹി മിൻ, നീ അല്ലാഹുവിനോട് ശരണം തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നീ പറയണം. വത്ഫുൽ അൻ യസാരിക തലാസൻ, ഉമനീര് കലരാതെ കേവലം വായു മാത്രം വരുന്ന രീതിയിൽ ഇടത് ഭാഗത്തേക്ക് നീ 3 തവണ തുപ്പണം. ഉമനീര് വരാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. നമസ്കാരത്തിൽ തന്നെ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യം ഞാൻ കൃത്യമായി പാലിച്ചു, പിന്നെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനുള്ള പരിഹാരം അതാണ്, ഇസ്തിആദയാണ്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമസ്കാരത്തിൽ തന്നെ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാക്കുന്ന ചില വസ്വാസുകളുണ്ട്. ഉദാഹരണമായി നമ്മളൊരു മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയാണെന്ന് വിചാരിക്കുക. പള്ളിയിലല്ല, പുറത്ത് ഒരു ഗ്രൗണ്ടിൽ ഒരു മയ്യത്ത് നമസ്കാരം നടക്കുകയാണ്. നമ്മുടെ ചെരുപ്പിൽ മാലിന്യമില്ല, നജസില്ല എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ആ ചെരുപ്പിട്ട് നമസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമസ്കരിച്ചിട്ടുള്ള, സ്വഹാബികൾ അങ്ങനെ നമസ്കരിച്ചിട്ടുള്ള ഹദീസുകൾ കാണാം. എന്നല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആയുസ്സിൽ ഒരിക്കലെങ്കിലും ചെരുപ്പിട്ട് നമസ്കരിക്കണം എന്നാണ്. ചെരുപ്പ് അഴിച്ചു വെച്ച് ചെരുപ്പിട്ട് നമസ്കരിക്കാൻ പറ്റിയ സ്ഥലത്തും അത് അഴിച്ചു വെച്ച് നമസ്കരിക്കുന്നത് ജൂതന്മാരുടെ രീതിയാണ്. അതുകൊണ്ട് ജൂതന്മാരുടെ എതിരാകുക എന്ന നിലക്ക് ആയുസ്സിൽ ഒരിക്കലെങ്കിലും അങ്ങനെ അവസരം കിട്ടിയാൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരെയും കാണാം. പലപ്പോഴും ഗ്രൗണ്ടുകളിൽ, തുറന്ന ഇടങ്ങളിൽ മയ്യത്ത് നമസ്കരിക്കുമ്പോ പല ആളുകൾക്കും ചെരുപ്പിട്ട് നമസ്കരിക്കാൻ ഒരു എന്താ പറയാ, ഒരു വിഷമാണ്, എന്തോ ഒരു മനസ്സാക്ഷി കുത്താണ്. അതിന്റെ ആവശ്യമല്ല. ചില ആളുകൾ ചെരുപ്പ് ഊരിയിട്ട് അതിന്റെ മേലെ കയറിക്കും. അതുകൊണ്ട് എന്താ കാര്യം? അതിന്റെ മേലെ കയറി നിൽക്കും. ചെരുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. ഒരു നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ട് നമസ്കരിക്കുന്നു, പിന്നിൽ സ്വഹാബികളും അങ്ങനെ നമസ്കരിക്കുന്നു. നമസ്കാരത്തിനിടക്ക് പെട്ടെന്ന് റസൂലുള്ള ചെരുപ്പ് അഴിച്ചു മാറ്റി. അപ്പൊ സ്വഹാബികളും അഴിച്ചു മാറ്റി. നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ, എന്തിനാ നിങ്ങൾ അത് അഴിച്ചു മാറ്റിയത് എന്നാണ്. അപ്പൊ ചെരുപ്പിട്ട് നമസ്കരിക്കുന്ന റസൂൽ അംഗീകരിക്കണം, അല്ലാതെ അഴിച്ചിട്ടതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് അത് അഴിച്ചു മാറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. അവർ പറഞ്ഞു, താങ്കൾ അഴിച്ചു മാറ്റുന്നത് കണ്ടു, ഞങ്ങളും അഴിച്ചു മാറ്റി. അതാണ് ഇത്തിബാ. നബി എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യും. റസൂൽ പറഞ്ഞു, ഞാൻ അഴിച്ചു മാറ്റാനുള്ള കാരണം ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ചെരുപ്പിൽ മാലിന്യമുണ്ട്, നജസുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അഴിച്ചു മാറ്റിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഹദീസ് നമുക്ക് കാണാം. ഞാനിത് പറഞ്ഞത് പലപ്പോഴും ഒരു ചെരുപ്പിട്ട് നമസ്കരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും നമ്മൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ വിധത്തിൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള നമുക്ക് ചെയ്യാവുന്ന ഒരു ചര്യയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഇങ്ങനെയുള്ള പല വസ്വാസുകളും അവൻ ഇട്ടു തരും. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ അതീതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാ. ഉദു ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഇബാദത്തുകളിലുമുണ്ട്, വിശ്വാസത്തിലുണ്ട്, നമ്മുടെ ആരാധനയിലുണ്ട്, അനുഷ്ഠാനങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തെ എല്ലാ മേഖലകളിലും നമ്മളെ വഴിതെറ്റിക്കാനുള്ള ശ്രമം അവൻ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് എല്ലാം കൃത്യമായ 100% ശരിയെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഹദീസുകളിലൂടെ പണ്ഡിതന്മാർ നമ്മെ കൃത്യമായും പഠിപ്പിച്ചിട്ടുണ്ട്. ഉദുണ്ടാക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് എത്ര കഴുകിയാലും മതിയാവില്ല. അത് 3-നപ്പുറത്തേക്ക് പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിരോധിച്ചതായി നമുക്ക് കാണാം. 3-നപ്പുറത്തേക്ക് പോകുക. റസൂലുള്ളാഹി ഒരു തവണ കഴുകിയതുണ്ട്. നിർബന്ധമായി കഴുകേണ്ടുന്ന അവയവങ്ങൾ ഒരു തവണ കഴുകിയ ഹദീസ് കാണാം. 2 തവണ കഴുകിയതും കാണാം. 3 തവണയാണ് സാധാരണ കഴുകാറുള്ളത്. 3-നപ്പുറത്തേക്ക് പോയ ഹദീസ് കാണുവാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, വല്ലവനും അങ്ങനെ ചെയ്താൽ അവൻ ചെയ്തത് തെറ്റാണ്, അവൻ പരിധി വിട്ട് ചെയ്യുകയാണ്, അവൻ ചെയ്തത് ദുൽമാണ് എന്ന് ഇങ്ങനെ 3 കാര്യങ്ങളാണ് അത്തരം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഇങ്ങനെ 3-ലധികമൊക്കെ തവണ ഇത് കഴുകുന്നതിന് അവർക്കുള്ള കാരണം ഇത് ശരിയായിട്ടില്ല എന്ന തോന്നലാണ്. എന്നിട്ട് ചില പണ്ഡിതന്മാർ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇന്റെ രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുദൂ ചെയ്ത സംഭവങ്ങൾ കാണാം. ഒരു മുദ്ദ് വെള്ളം, ഇങ്ങനെ ഒരു പിടി വെള്ളം കൊണ്ട് വുദൂ ചെയ്തിട്ടുള്ള സ്വഹീഹ ഹദീസുകൾ കാണാം. അതേപോലെ ഒരു സ്വാ വെള്ളം,
ഒരു സ്വാഴ് വെള്ളം ഇങ്ങനെ 4 പിടി വാരലാണ്, കോരലാണ് ഒരു സ്വാഴ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്വാഴ് വെള്ളം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ചിട്ടുള്ള ഇമാം മുസ്ലിം റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയൊക്കെ കുളിച്ചാൽ നമുക്കൊന്നും വൃത്തിയായി തോന്നൂല. നമുക്ക് വെള്ള യഥേഷ്ടം കിട്ടുന്നത് കൊണ്ടും കൂടിയാണ്. ഒരു സ്വാഴ് വെള്ളം കൊണ്ട് റസൂലുള്ളാഹി കുളിക്കുന്നു. ഒരു മുത്ത് വെള്ളം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് വൃത്തിയായിട്ടില്ല. റസൂലുള്ളാഹിയുടെ അത്ര വൃത്തിയുള്ള ധാരാളമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെടുപ്പും വൃത്തിയുമുള്ള വേറെ ആരാളുള്ളത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയാണ്, റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടുള്ള രീതിയാണ്. മാത്രമല്ല, അമിതമായി വെള്ളം ഉപയോഗിക്കുന്നതിനെ തന്നെ ഗൗരവമായി തിരുത്തിയിട്ടുള്ള ഹദീസുകളും കാണാം. നമ്മൾ ശരിക്കും പൈപ്പിൽ നിന്ന് ഒളുവെടുക്കുമ്പോ ഒരാൾ ഒളുവെടുത്ത് തീരുമ്പോഴേക്ക് ഒരു മിനിമം ഒരു 2 ആൾക്ക് ഒളുവെടുക്കാനുള്ള വെള്ളം പോയിട്ടുണ്ടാവും. അത് അവിടെയും ദൂർത്തുണ്ടെന്ന് പഠിപ്പിക്കുന്ന ചില വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം അമിതമായി വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യുന്ന വേളയിൽ റസൂലുള്ളാഹി പറഞ്ഞു, എന്താ സഅദേ ഇങ്ങനെ ഒരു ദൂർത്ത്, ഇസ്റാഫ് എന്താണ്? അഫിൽ വളൂ ഇസ്റാഫുൻ യാ റസൂലുള്ളാഹ്, വുളൂ ഉണ്ടാക്കുന്നതിലുമുണ്ടോ ഈ അമിതവ്യയം, അമിതമായ ദൂർത്ത് എന്ന് പറയുന്നത് വുളൂ ഉണ്ടാക്കുന്ന വെള്ളത്തിലും അതുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞത്, വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, നന്നായി ഒഴുകുന്ന ഒരു പുഴക്കരയിൽ വെച്ചാണ് നീ വുളൂ എടുക്കുന്നതിൽ പോലും 3-പ്പുറത്തേക്ക് പോകലും അമിതമായി വെള്ളം ഉപയോഗിക്കുന്ന ഗണത്തിൽ തന്നെയാണ് പെടുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയിട്ടുള്ള സംഭവങ്ങൾ കാണാം. കുടുംബരംഗത്ത് ഞാൻ ഓരോ വിഷയങ്ങളായി പറയേണ്ടതാണ്. കുടുംബരംഗത്ത് അവനുണ്ടാക്കുന്ന ഫിത്നയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇബ്ലീസ് എല്ലാ ദിവസവും രാവിലെ മനുഷ്യന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ അവന്റെ ആളുകൾ അഥവാ ശൈത്താന്മാരെ പറഞ്ഞേക്കും. എന്നിട്ട് അവർ ഈ മനുഷ്യന്മാർക്കിടയിൽ ഫിത്നകൾ ഉണ്ടാക്കും. എന്നിട്ട് അന്ന് വൈകുന്നേരം അവർ ഒരുമിച്ച് കൂടും, ശൈത്താന്മാരൊക്കെ ഒരുമിച്ച് കൂടും. ഇതൊക്കെ റസൂലുള്ളാഹി വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നത്, അല്ലാതെ അറിയാൻ മാർഗമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നിട്ട് വൈകുന്നേരം അവർ ഒരുമിച്ച് കൂടിയിട്ട് ഓരോരുത്തരുണ്ടാക്കിയ ഫിത്നകൾ എന്താണ് എന്ന് ഇബ്ലീസ് ചോദിക്കും, അവന്റെ ആളുകളോട്, ശൈത്താന്മാരോട് ചോദിക്കും. അപ്പൊ ഓരോരുത്തരും അവരുണ്ടാക്കിയ ഫിത്നകൾ ഇങ്ങനെ പറയുമ്പോ അവൻ പറയും, ഇതൊന്നും പോരാ, ഇങ്ങനൊന്നും ഇത്രയൊന്നും ചെയ്താൽ പോരാ, ഇത്രയൊന്നും കുഴപ്പമുണ്ടാക്കിയാൽ പോരാ എന്ന് പറയും. അവസാനം ഒരു ശൈത്താൻ പറയും, ഞാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്, അവരെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, ഒരിക്കലും എന്നെ സന്ധിക്കാത്ത വിധം 2 പേരെ 2 അറ്റത്താക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്, ആ വിധത്തിൽ ഒരു ഫിത്ന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആ കൂട്ടത്തിൽ ഒരു ശൈത്താൻ പറയുമ്പോ ഇബ്ലീസാകുന്ന അവരുടെ നേതാവ് പറയും, നിഅമ അൻത റജുൽ, നീ എത്ര നല്ല ആളാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഈ ശൈത്താനെ ഇബ്ലീസ് ആലിംഗനം ചെയ്യുകയും അവന്റെ പടയണയിൽ അവന് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇതെത്ര കാലം, എന്താണ് അവസാനിക്കുക ഈ ഫിത്ന ഉണ്ടാക്കൽ? ഈ ഫിത്നയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ റൂഹ് വിട പറയുന്ന ആള് വരെയാണ്. റൂഹ് അവസാന ശ്വാസം നിലക്കുന്നത് വരെയാണ് പിശാചിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് അവൻ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി പറയാണ്, ഇന്ന ശൈത്വാന ഖാൽ വഇസ്സതിക വജലാലിക, അല്ലാഹുവിന്റെ ഇസ്സത്തും അവന്റെ ജലാലത്തും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുക, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം എന്ന്. അല്ലാഹുവിന്റെ ഈ സിഫത്ത് സത്യം അത് പിടിച്ച് സത്യം ചെയ്തിട്ട് അവൻ പറയാൻ, ലാ അബ്റഹു ഉവി,
ഇബാദക് മാദാമത്ത് അർവാഹുഹും ഫീ അജ്സാദിഹിം. ഈ മനുഷ്യരുടെ റൂഹുകൾ, ജീവൻ, അവരുടെ ആത്മാവ് അവരുടെ ശരീരത്തിലുള്ള കാലത്തോളം ഞാൻ അവരെ വഴിപിഴപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹിനെ പിടിച്ചവൻ ശപഥം ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ മറുപടി, വഇസ്സതി വജലാലി ലാ സാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. എന്റെ അടിമകൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലമത്രയും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ കെണിയിൽ അകപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ്. ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം തേടുക. പടച്ച അള്ളാഹുവെ പുറത്തു തരണേ എന്ന് നിരന്തരമായും അള്ളാഹുവിനോട് തേടുക. അങ്ങനെ ഒരാൾ തേടിയാൽ അതിന്റെ നേട്ടം, അതിന്റെ പരിഹാരവും അതിന്റെ നേട്ടവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടുവാനുള്ള മാർഗങ്ങളിൽ അതിപ്രധാനം അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്. അതിൽ തന്നെ ഏറ്റവും മുമ്പന്തിൽ നിൽക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യലാണ്. പ്രത്യേകിച്ച് റസൂലുള്ള പറഞ്ഞു, അൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അദ്കാറുകൾ നിർവഹിക്കുക. ബിദ്അ ദിക്റുകളല്ല. ബിദ്അ ദിക്ർ ചെയ്താൽ അല്ലാഹുവിനെ അകലുക ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി ചെല്ലുന്ന നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഉണ്ടാക്കി ചെല്ലുന്ന ബിദ്അ ദിക്റുകൾ ചെയ്താൽ അത് അല്ലാഹുവിൽ നിന്ന് അകലാനെ ഉപകരിക്കും. അത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഏതൊക്കെ പണ്ഡിത വചനങ്ങളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ, അതിൽ ഒന്ന് റസൂൽ പറഞ്ഞത്, ദിക്റുകളൊക്കെ നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരാൾ 100 വട്ടം ഇതൊരു ദിവസം ചൊല്ലിയാൽ റസൂൽ പറയാം, അതുകൊണ്ട് അവന് കിട്ടുന്ന നേട്ടം, അവന് 10 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. 1. 2, അവന് 100 നന്മ ചെയ്ത കൂലി വേറെയും കിട്ടും. 2. മൂന്നാമത്തേത്, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച 100 തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയും. 4 പറഞ്ഞത്, വകാന ഹിർസം മിനശ് ശൈത്വാൻ. ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ കിട്ടും. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കാവൽ. ഈ ദിക്ർ എന്ന് പറയുന്നത് ഒരു രക്ഷാ കവചമാണ്. അത് ചെല്ലിയാൽ, ഇതൊരു 100 തവണ ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ട. നമ്മുടെ ഡ്യൂട്ടിയെ ബാധിക്കാതെ, നമ്മുടെ ഓരോ തൊഴിലിനെയോ ഒന്നിനെയും ബാധിക്കാതെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതില് തൗഫീഖാണ് പ്രധാനം. ഇത് ചെല്ലാൻ വലിയ അധ്വാനമല്ല, ഉളൂന്റെ ആവശ്യമല്ല, കിബിലക്ക് തിരിയണമെന്നില്ല. നമുക്ക് നടത്തത്തിൽ ചെല്ലാം, ഇരുത്തത്തിൽ ചെല്ലാം, കിടത്തത്തിൽ ചെല്ലാം. നമ്മൾ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ അതിന് തടസ്സമില്ലാത്ത വിധത്തിൽ അത് നിർവഹിക്കാം. പക്ഷെ എന്നിട്ടും എനിക്കും നിങ്ങൾക്കും അത് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം നമുക്ക് തൗഫീഖ് കിട്ടുന്നില്ല എന്നതാണ്. ഇത് 100 തവണ ചെല്ലിയ ഈ 4 നേട്ടങ്ങളുണ്ട്. ഒരു നേട്ടം കൂടെ റസൂൽ പറഞ്ഞു, അന്നേ ദിവസം ഏറ്റവും കൂടുതൽ പുണ്യകർമ്മം ചെയ്ത വ്യക്തി ഇയാളായിരിക്കും. ഇനി ഇയാളെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ, മറികടക്കണമെങ്കിൽ ഇത് 100 തവണ ചെയ്തതിന് പുറമെ വേറെ ചില സുഹൃതങ്ങൾ കൂടെ ചെയ്താലേ ഈ മനുഷ്യനെ മറികടക്കാൻ പറ്റൂ എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള മാർഗം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയും പറഞ്ഞതായി കാണാം, അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോ പിശാച് നമ്മുടെ മനസ്സിൽ നിന്ന് അവൻ അകന്നു പോകും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. അൽ ഖന്നാസ് എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് എന്ന് പറഞ്ഞ അവസാന അധ്യായത്തിലെ ഖന്നാസ് എന്ന് പറയുന്ന ഒരു വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന് നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ശൈത്വാൻ ജാസിം അലാ ഖൽബി ഇബ്നി ആദം, മനുഷ്യ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൂടുകെട്ടി പാർക്കുക എന്നൊക്കെയാണ് അതിന്റെ ആശയം. നമ്മുടെ മനസ്സിൽ എപ്പോഴും
നമ്മളെ വഴിതെറ്റിക്കാനെ മനസ്സിൽ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാണ് ഖന്നാസ് എന്ന് പറയുന്നത്. വൈദാ സഹാ വഗഫല വസ്വസ്. ഈ മനുഷ്യൻ അല്ലാഹുവിനെ മറക്കുകയും അശ്രദ്ധനാകുകയും ചെയ്താൽ പിശാച് മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും. വൈദാ ദക്കറല്ലാഹ ഖനസ്. അല്ലാഹുവിനെ ഓർത്താൽ അവൻ പിന്തിരിഞ്ഞു പോകും. ദിക്റിന്റെ മുമ്പിൽ അവനെ പിടിച്ചിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലിയാൽ അവൻ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് അവന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടുവാനുള്ള മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതീതകളുടെ വെളിച്ചത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ ആദ്യാവസാനം വരെ പഠിച്ച സ്വഹാബികളുടെ കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിതനെന്നും ഖുർആന്റെ വ്യാഖ്യാനം നീ ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണേ എന്നൊക്കെ റസൂൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയുടെ വ്യാഖ്യാനമാണത്. അവന്റെ ശർറിൽ നിന്ന് രക്ഷകിട്ടാനുള്ള മാർഗം അതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇഹലോകത്ത് ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ പ്രവേശിച്ചവനെ പരലോകത്തിലുള്ള സ്വർഗത്തിലേക്കും പ്രവേശം കിട്ടും. ഇഹലോകത്ത് ഒരു നരകമുണ്ട്. ആ നരകത്തിൽ കടന്നവനാണ് പരലോകത്തിലെ നരകത്തിലും കിടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. ആരാണ് ഇഹലോകത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ? ഇഹലോകത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് ജീവിക്കുന്ന, ഖുർആൻ പാരായണവും റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന അദ്കാറുകളൊക്കെ നിർവഹിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ ഇഹലോകത്തെ സ്വർഗത്തിലാണ്. അവൻ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും വേറൊരാൾക്കും ഈ ഭൂമുഖത്ത് അനുഭവിക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വലിയ വലിയ കോടീശ്വരന്മാർ, ലക്ഷപ്രഭുക്കൾ, അല്ല കോടിപതികൾ, അവരൊക്കെ പറയുന്നത് പണം കൊണ്ട് സമാധാനം കിട്ടൂല എന്നാണ്. പണം കൊണ്ടൊരിക്കലും സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഖുർആൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം കിട്ടാനുള്ള മാർഗം അല്ലാഹുവിനെ ഓർക്കലാണ്. അലാ ബിദിക്രില്ലാഹി തുത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ്. ഇത് നിങ്ങൾ കൃത്യമായും അറിയണം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പരാമർശം. അതാണ് ഇതിന്റെ പരിഹാരമായി വിശുദ്ധ ഖുർആനും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരവസ്ഥയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഇഹലോകത്തെ സ്വർഗമെന്ന്. ഇഹലോകത്തെ നരകമെന്ന് പറയുന്നതോ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തൊരു മനുഷ്യൻ അവൻ ഭൗതികമായ എത്ര സുഖാഡംബരങ്ങളിൽ ജീവിക്കുന്നവനാണെങ്കിലും അവന്റെ മനസ്സിൽ എപ്പോഴും അസ്വസ്ഥതയും ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ എത്ര സുഖാഡംബരങ്ങൾ ജീവിച്ചാലും, എത്ര മുന്തിയ ഭക്ഷണം കഴിച്ചാലും, എത്ര മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്താലും അവന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടാകും എന്ന് ഖുർആന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, അത് ഇഹലോകത്തെ നരകമാണ്. ഈ ഇഹലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് പരലോകത്തും നരകം തന്നെയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന വേറെയും ഹദീസുകൾ കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ കിടന്നിറങ്ങുമ്പോൾ അവന്റെ പിരടിയിൽ ശൈത്താൻ 3 കെട്ടുകളിടും എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. 3 കെട്ട് അവന്റെ പിരടിയിൽ ഇടും. ആ കെട്ടിന്റെ രൂപമോ ആകൃതിയോ നമുക്കറിയില്ല. അങ്ങനെ റസൂൽ കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, നമ്മളത് വിശ്വസിക്കുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു,
ഈ മനുഷ്യനെ ഈ ഇബ്ലീസ് ദീർഘമായി ഉറങ്ങിക്കോ, നിന്റെ മുമ്പിൽ ലൈലും തൊവയിൽ, സുദീർഘമായ രാവാൻ, രാത്രിയാണ്, ഉറങ്ങിക്കോ അങ്ങോട്ട് എന്ന് പറയും. അവൻ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അള്ളാഹുവിനെ ഓർത്താൽ കെട്ട് അഴിഞ്ഞു പോകും. ഒന്ന്, അവൻ ഒളുവെടുത്താൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. അവൻ നമസ്കരിച്ചാൽ മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു പോകുകയും ആ ദിവസത്തെ അവന് നല്ല ഫ്രഷായ മനസ്സോടുകൂടെ, നല്ല ഉന്മേഷമുള്ള മനസ്സോടുകൂടെ ആ പ്രഭാതത്തെ വരവേൽക്കാൻ സാധിക്കും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹിയുടെ വാചകം തന്നെ അതാണ്. അങ്ങനെ അവൻ ചെയ്താൽ നല്ല ഉന്മേഷഭരിതനായിരിക്കും അയാൾ. ഡ്യൂട്ടി നിർവഹിക്കാൻ, പഠിക്കാൻ, ഖുർആൻ ഓതാൻ, ഇബാദത്ത് മുഴുവൻ മേഖല ആൾ ഊർജ്ജസ്വലനായി മാറും. അവൻ ത്വയ്യിബൻ നഫ്സായിരിക്കും, നല്ല ഫ്രഷായ മനസ്സായിരിക്കും അവന്. ഇതിന്റെ മറുവശം റസൂലുള്ളാഹി പറഞ്ഞു, ഇത് അവഗണിച്ച ഒരാൾ പോയാലോ അവൻ ദുഷിച്ച മനസ്സും കസിലാൻ കുഴിമടിയനുമായിരിക്കും ആൾ. അപ്പൊ മടിയെ പ്രതിരോധിക്കാൻ, നല്ല മനസ്സ് സമ്പാദിക്കാനുള്ള മാർഗം ഇതാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് അതൊക്കെ ദിക്റുകൾ ചൊല്ലി ശരിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ അലാരം വെക്കാറുണ്ട്. അപ്പോൾ അലാരം ഒന്നാമതൊക്കെ ഉണ്ട് മനസ്സിലൊരു അലാരം വെക്കണം. മനസ്സിൽ അലാറില്ലെങ്കിൽ മറ്റലാരം കൊണ്ട് കാര്യമുണ്ട്, അത് ഉണരൂല, നമ്മളത് ഓഫാക്കി പിന്നെ ഉറങ്ങും. അപ്പൊ മനസ്സിനാണ് ആദ്യം അലാരം വെക്കേണ്ടത്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവന് പറഞ്ഞ നേട്ടങ്ങൾ നേടാൻ, കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിടന്നുറങ്ങുമ്പോ ഉള്ള ദിക്റുകളൊക്കെ ചെല്ലുക. പലപ്പോഴും ആളുകൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ മൊബൈൽ നോക്കിയിട്ട് അങ്ങനെ എപ്പോഴേ ഉറങ്ങിയെന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറക്കം അതൊരു ഇസ്ലാമിക ആദാബുകൾ പാലിച്ചുകൊണ്ടുള്ള ഉറക്കമല്ല. ഉറങ്ങാന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് ഉറങ്ങാൻ മറ്റുള്ളവർ ഉറങ്ങണ പോലെയല്ല മുസ്ലിം ഉറങ്ങണത്. അവനെ പോയിട്ട് പടന്നാ പോരാ, അതിന്റെ മുമ്പ് കുറെ പണിയെടുക്കാണ്ട്, കുറെ കാര്യങ്ങൾ അവൻ ചെയ്യാണ്ട്, കുറെ അധികാരങ്ങൾ ചെയ്യാണ്ട്, ചെല്ലാനുള്ള കുറെ പ്രാർത്ഥനകൾ നിർവഹിക്കാണ്ട്. അങ്ങനെ ഒരു ഇസ്ലാമികമായ ഉറക്കം, അങ്ങനെ ഉറങ്ങിയാൽ അവൻ ത്വയ്യിബൻ നഫ്സായി അവനെ ഉണരാൻ പറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോ ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ല ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലിയാൽ റസൂലുള്ളാഹി പറയാൻ, പിശാച് പറയും ഇവിടെ നമുക്ക് പാർക്കാൻ കഴിയില്ല, ഇവിടെ നമുക്ക് ഇനി പാർക്കാൻ കഴിയില്ല. കാരണം ബിസ്മി എന്ന് പറഞ്ഞ വലിയൊരു സിലാഹാണ്, വലിയൊരു ആയുധമാണ്. ബിസ്മിന്റെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ പറയും, ലാ മബീതലകും വലാ അശാ, നിങ്ങൾക്ക് രാത്രി ഭക്ഷണമില്ല, ഇവിടെ കിടന്നുറങ്ങാനും പറ്റില്ല എന്നവൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മറുവശം റസൂൽ ചേർത്ത് പറഞ്ഞു, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ നിങ്ങളുടെ ഭക്ഷണത്തിൽ അവൻ പങ്കുചേരും, നിങ്ങളെ വീട്ടിൽ അവൻ രാപ്പാർക്കും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദിക്റുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടുമൊക്കെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കിയാൽ നമ്മുടെ കൊടിയ ശത്രുവിനെ നമുക്ക് പ്രതിരോധിക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇഹലോകത്തെ സ്വർഗത്തിൽ നമുക്ക് ജീവിക്കാം, മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാം. ഭൗതികമായി എന്തൊക്കെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഉണ്ടോ ആ പ്രാരാബ്ദങ്ങൾക്ക് നടുവിലും ഒരു സ്വർഗീയ ഇഹലോകത്തുള്ള ഒരു സ്വർഗീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ട് അങ്ങനെ തന്നെ കണ്ണടക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, കൂട്ടത്തിൽ ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ വരുന്ന വ്യാഴാഴ്ച ഹജ്ജ് ക്യാമ്പ് എന്ന് പറയുന്ന, ഹജ്ജിന് പോകുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ട് കൊണ്ടുള്ളൊരു ക്യാമ്പുണ്ട്. അതിൽ ഹജ്ജ് പോകുന്ന ആളുകളെല്ലാം ആർക്കും അതിൽ പങ്കെടുക്കാം, പഠിക്കാം. ഹജ്ജിന്റെ രൂപങ്ങൾ പഠിക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും അത് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക എന്ന് കൃത്യമായ അതിന്റെ രൂപങ്ങൾ കാണിച്ച് പഠിപ്പിച്ചു തരുന്ന വളരെ വിജ്ഞാനപ്രദമായ, ധാരാളമായി ഹജ്ജൊക്കെ നിർവഹിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ള അമീറുമാരടക്കമാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഹജ്ജിന് പോകുന്നവരും നിങ്ങളുടെ കുടുംബത്തിൽ അതിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർ, ഇനിയല്ല അത് ഒന്നും നമ്മൾ പോകാൻ ഇപ്പൊ നീയത്തില്ല, നമുക്കിന് ശേഷിയില്ല, സാമ്പത്തികമായ ശേഷിയില്ല, എങ്കിൽ പോലും ആ കർമ്മം ഒന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള നല്ലൊരു സന്ദർഭമാണ്.
അതുകൊണ്ട് ആ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ ചെലവിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യകർമ്മങ്ങളിൽ മുന്നേറുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.